സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തിൽ എതിർപ്പ് ശക്തമാവുകയാണ്. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി വന്ദേമാതരം ആലപിക്കാൻ ഉത്തരവ് ഇറക്കിയത്. തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് ചീഫ് സെക്രട്ടറി നൽകിയ കത്ത് പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ വിവാദം ഉണ്ടാവുന്നത്. അതേസമയം വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുന്ന കാര്യത്തിൽ സർക്കാരിൽ ആശയക്കുഴപ്പം തുടരുന്നുമുണ്ട്. ടി വി പ്രസാദ് ചേരുകയാണ്. പ്രസാദ്, അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം UDF ഭരിക്കുന്ന സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ അതെന്തിന് നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ എന്തിനനുസരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നലെ കെ മുരളീധരൻ പറയുന്നുണ്ടായിരുന്നു, ആദ്യത്തെ 2 ഖണ്ഡിക മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ, പാടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ രാജ്ഭവൻ ഉണ്ണിത്താൻ പറഞ്ഞു, വെടിവെച്ച് കൊന്നാലും കേന്ദ്ര സർക്കാരിന്റെ തിട്ടൂരം അനുസരിക്കാൻ ആലോചിക്കുന്നേ ഇല്ല എന്ന് പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും പ്രസാദ്? ഷിഹാസെ ശ്രുതി ഗവർണറുടെ ഓഫീസായ നേരത്തെ രാജ്ഭവനും ഇപ്പോഴത്തെ ലോക് ഭവനും അവർ തീരുമാനിക്കുന്ന അജണ്ടകൾ കേരളത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമുക്കറിയാവുന്നതുപോലെ ഭാരതാംബയുടെ ചിത്രമായിരുന്നു വലിയ വിവാദമായിരുന്നെങ്കിൽ ഇത്തവണ ഇതാ UDF സർക്കാർ വന്നതോടുകൂടി അത് വന്ദേ മാതരത്തിന് വഴിമാറുകയാണ്. വന്ദേ മാതരം പൂർണ്ണമായി പാടണം എന്ന ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ചില ഉദ്യോഗസ്ഥർ അതിന് കൂട്ടുനിൽക്കുന്നതായുള്ള വിവരങ്ങൾ വരുന്നു. അതിനെ മന്ത്രിസഭയിലുള്ള കെ മുരളീധരൻ അടക്കമുള്ളവർ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യുന്നു അതിനെതിരെ. പക്ഷേ വിവാദങ്ങൾ ഇത്രയും കത്തിയിട്ടും മുഖ്യമന്ത്രി VD സതീശൻ വന്ദേമാതരത്തിൽ ഒരു വരി പോലും അതിൽ സംസാരിച്ചില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം വന്ദേമാതരം പൂർണ്ണമായി പാടുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ചീഫ് സെക്രട്ടറി തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുത്തതോടുകൂടിയാണ് ഇത് വലിയ വിവാദമാകുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന കൊടുക്കുന്ന നിർദ്ദേശത്തിൽ വന്ദേമാതരം മുഴുവനായി പാടണം എന്നുള്ളതാണ് ആ കത്തിലെ ഉള്ളടക്കം. അത് വലിയ വിവാദമായി. ഇന്നലെ മന്ത്രി കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പരസ്യമായി ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. മാത്രവുമല്ല പ്രതിപക്ഷം ഒന്നടങ്കം ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. വളരെ കുറച്ച് ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഓഗസ്റ്റ് 15-ന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. ഷിഹാസ്, ശ്രുതി. ശരി പ്രസാദ്.